ഹലോ മെയ്റ്റ്സ്, റയർ റൂട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെല്ലാനത്തുള്ള ഒരു പ്രോപ്പർട്ടിയിലാണ്, വിസ്പറിംഗ് മാംഗ്രോവ്സ്. അത് എൻ്റെ ബ്രദറിൻ്റെ തന്നെയാണ്. ഞാൻ എൻ്റെ ഫാമിലി ആയിട്ട് വന്നിരിക്കുകയാണ്, ചുമ്മാ ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയാണ്. അത്യാവശ്യം കാണാനും നമുക്ക് അത്യാവശ്യം ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ പ്രോപ്പർട്ടിയാണ്. നമുക്കൊന്ന് കണ്ടാലോ? ഓക്കെ, കമോൺ. നല്ല കാറ്റുള്ള സ്ഥലമല്ലേ. അത്യാവശ്യം വലിയ ചൂടില്ല എന്ന് പറഞ്ഞാൽ വലിയ ചൂടൊന്നുമില്ല. വലിയ അടിപൊളി സ്ഥലം, കാണാനും ഉണ്ട് ഇരിക്കാനും ഉണ്ട്. എനിക്ക് ആ ഒരു സ്പേസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മീൻസ് അവിടെ ഒന്നുമില്ല, പ്രത്യേകിച്ച് വലിയ ഇതൊന്നല്ല. അവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു അത്യാവശ്യം സംസാരിച്ച് പോകാനും എല്ലാം ഇരുന്ന് സംസാരിക്കാം. നമുക്ക് ഞാൻ ഒരുപാട് സംസാരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. വലിയ കാര്യങ്ങളല്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഇവിടെ ഇരുന്ന് സംസാരിക്കാം. എന്നെപ്പോലെ ഉള്ളവർക്ക് വാതോരാതെ സംസാരിക്കാം. അധികം വെയിലില്ല, തണലുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇപ്പം ആ ഒരു ഉച്ചയുടെ ഒരു ഇതുണ്ട്. പക്ഷേ അവിടെയൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള വെയിൽ ഇവിടെ ഇല്ല. നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കാം എല്ലാ കാര്യങ്ങളും. എനിക്ക് പിന്നെ വേറൊരാഗ്രഹമുണ്ട്. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ആ കാണുന്ന വല കണ്ടോ, അവിടെ എനിക്കൊന്ന് കയറണം എന്നുണ്ട്. അവിടെ വരെ പോകണം എങ്ങനെ അറിയില്ല, പക്ഷെ ഞാൻ ആ വന്ന വഴിക്ക് അവിടെ ഒരെണ്ണം കണ്ടിട്ടുണ്ട്. അവിടെ നടന്ന് കയറാൻ പറ്റും. നീ ഒന്ന് കാണണമെന്നില്ല, കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണത്. അവിടെ കയറണം എന്ന്. വെള്ളം പേടിയാണ്, നീന്താൻ അറിയില്ല. നോക്കാം, എൻ്റെ കൂടെയുള്ളവർക്ക് നീന്താൻ അറിയാവുന്നവർ പറഞ്ഞു, നോക്കാം. ഇവിടെ ഇറങ്ങാൻ പറ്റും, പക്ഷേ വെള്ളക്കയറ്റവും വേലിയിറക്കമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ അതിൻ്റേതായ ഒരു ഇതുണ്ട്. ഇവിടെ ഇറങ്ങാനുള്ള പടിയൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ സ്ലിപ്പാവും നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അത് പറ്റത്തില്ല എന്തായാലും. ഇവിടെ പിന്നെ കയാക്കിങ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈവനിങ് ആകുമ്പോൾ അവർ ട്രെയിനിങ് ഒക്കെ കൊടുക്കും എന്ന് പറയുന്നു. അതും ഒന്ന് ട്രൈ ചെയ്യണം എന്നുണ്ട്. അങ്ങ് പോയി കഴിഞ്ഞാൽ കണ്ടൽക്കാടും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് അവർ കയാക്കിങ് പോലെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞത്. നമ്മുടെ കൂടെ ഒരു ട്രെയിനറും ഉണ്ടാവും. ട്രെയിനർ മീൻസ് നമ്മുടെ കൂടെ സ്പോട്ട് കാണിക്കാൻ വരുന്ന ആൾ നമ്മളങ്ങ് കൊണ്ടുപോകും എല്ലാം. പക്ഷേ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിപൊളി കാറ്റ്. പക്ഷെ ഞാൻ വേർക്കുന്നുണ്ട്, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. എനിക്ക് ഈ ഒരു അസുഖം ഉള്ളതാണ്, വേർപ്പ്. പക്ഷേ നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല അടിപൊളി കാറ്റ് ഉച്ചയ്ക്ക്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും എന്ത് ആംബിയൻസ് ആയിരിക്കും ഇവിടെ, അടിപൊളി. ഓക്കെ മെയ്റ്റ്സ്, സോ നമുക്കിപ്പോൾ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൊമോറ ഒന്ന് എങ്ങനെ ഗ്രിൽ ചെയ്യാന്നുള്ളതാണ്. ഇന്നിവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഈ സാധനം ഗ്രിൽ ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്. അതൊരു ആഗ്രഹമാണ്. അപ്പോൾ ഗ്രിൽ ചെയ്യാൻ പോണത് എൻ്റെ ഗുണ്ടു തന്നെയാണ്, എൻ്റെ വൈഫ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയൊക്കെയാണ് വരും, എങ്ങനെ ഗ്രിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ പ്ലാനിങ് ആയിരുന്നു, ഗ്രിൽ ചെയ്യണം. ഈ പ്ലേസ് ആണെങ്കിലും പറഞ്ഞ പോലെ കൊള്ളാം. ഈ സാധനം ഗ്രിൽ ചെയ്യാൻ കഴിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് സംഭവം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചൂണ്ടിട്ട് അങ്ങ് നോക്കിയായിരുന്നു, പക്ഷേ നമ്മൾ അത്ര എക്സ്പീരിയൻസ് അല്ലാത്തതുകൊണ്ട് ഒന്നും നടന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിന് അങ്ങോട്ട് വാങ്ങിച്ചു അഭിമാനത്തോടെ. അപ്പോൾ ഈ സാധനം നമുക്ക് ഫുൾ ചെയ്തിട്ട് കഴിച്ച് കാണിക്കാം, എങ്ങനെയാണ് പറയാം, ബാക്കിയുള്ള റിസൾട്ട്സ് എങ്ങനെയാണ് കാണിക്കാം. അപ്പോൾ എൻ്റെ വൈഫ് ഗുണ്ടു അവളെന്തെങ്കിലും ചെയ്യണത് എങ്ങനെ ആവുന്നൊന്നും ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് നോക്കിയിട്ട് ബാക്കി കഴിച്ചിട്ട് നമുക്ക് റിസൾട്ട് പറയാം, എങ്ങനെ ആവും എന്തൊക്കെ ആവുന്നത്. ഓക്കെ മെയ്റ്റ്സ്, സോ സാധനം ഇവിടെ കിടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ ഇത് കുക്ക് ചെയ്ത് കിട്ടണം, ഗ്രിൽ ചെയ്ത് കിട്ടണം നമ്മുടെ ഏറ്റവും വലിയൊരു ആവശ്യം. സോ ഞാൻ
ഗുണ്ടിനോട് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു പണി, ഇത്രയും നല്ലൊരു പണി. അത് കുഴപ്പമില്ലടി, ഇടക്കിടക്ക് എനിക്ക് പണിക്ക് തരാറല്ലേ, ചെറിയ പണി നീ ഇത്രയും നല്ലൊരു പണിയും കൊണ്ട് നിനക്കല്ല ഇവിടെ വന്നോന്ന് നീ പറഞ്ഞത്. വന്നിട്ട് വെറുതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, ചെയ്. ഞാൻ ഉദ്ദേശിച്ചത് നല്ല അടിപൊളി. ആ ഉദ്ദേശത്തിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രിൽ ഫിഷ് കഴിക്കണമെന്ന്. അപ്പൊ അത് ഞാൻ മനസ്സിൽ കണ്ടിട്ട് തന്നെ നിങ്ങളെ കൊണ്ടുവന്നു. സുമീറേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അത് തന്നെയാണ് ഞാൻ എല്ലാം ചെയ്യണമെന്ന്. ഓക്കെ, പക്ഷെ എല്ലാം ഓക്കെ. ഇത് ഞാൻ ഗ്രില്ല് ചെയ്ത് കൈ തരാം, എല്ലാം അടിപൊളി. പക്ഷെ ഞാൻ ഈ സ്ഥലം നോക്കിയിട്ട് പക്ഷെ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും അടിപൊളിയായിട്ട് ഞാൻ ഈ ഒരു ടൈമിൽ ഞാൻ ഇത് കണ്ടല്ലോ. പക്ഷെ അടിപൊളി നല്ലൊരു വൈബ്. അത് സംഭവം ഇത് ഈ പ്രോപ്പർട്ടി വേറൊരു ലെവലാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ പിന്നെയല്ലോ അവിടെ കണ്ടൽക്കാടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. മീൻസ് ഞാൻ നേരത്തെ ചേട്ടൻ പറഞ്ഞായിരുന്നു അവിടെ വൈകുന്നേരം കണ്ടൽക്കാടിലേക്ക് ഇവിടുന്ന് ഞാൻ ചോദിച്ചായിരുന്നു പ്രോപ്പർട്ടി. അത് വേറെ ഒന്നുമല്ല, ഞാൻ ഈ ഗ്രിൽഡ് ഫിഷ് ഇപ്പൊ ചെയ്യാൻ പറഞ്ഞ പറയുമ്പോൾ ഈ സാധനം ഇവിടെ വെച്ച് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന ഒരു മൂഡ്, അത് താൻ പറഞ്ഞാൽ ശരിയാ. അതൊരു സാധനം വേറെ. കാരണം വേറൊരു കാര്യം, ഞാനാണ് ഗ്രില്ല് ചെയ്യണത്, അത് മാത്രമേ എനിക്ക്. അല്ല, അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ രണ്ടും ആക്സെപ്റ്റ് ചെയ്യാൻ നീ റെഡി ആണെങ്കിൽ ഞാൻ രണ്ടും തയ്യാറാണ്. കാരണം എനിക്കറിയാം ചിലപ്പോ പണി ഇട്ടായിരിക്കാം, പക്ഷെ കുഴപ്പമില്ല. എന്നാലും ആ പണി കിട്ടിയ മീൻ ഇവിടെ വെച്ച് കഴിക്കുമ്പോ ഒരു സാധനം ഉണ്ട്, അത് മതി നമുക്ക്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെയ്തോളൂ. ആദ്യം തന്നെ ഇതിന്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കിട്ടണം. അത് നീ തന്നെ ചെയ്യേണ്ടി വരും. അത് എന്റെ അടുത്ത് അത് പറയണ്ട, കാരണം എനിക്ക് നടപടി കേസം നല്ലത്. ചെയ്യണം, ചെയ്തേ പറ്റുള്ളൂ. ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്തോ. ഉണ്ടാ നിനക്കേ ഈ ബുള്ളി നിനക്ക് ഓർമ്മയുണ്ടോ? പിന്നെ എനിക്ക് ഓർമ്മയില്ലേ, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട ഈ ബുള്ളെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഞാൻ ഇത് കലൂർ മാർക്കറ്റില് എന്റെ റോജോന്റെ ഡോഗാണ്. അപ്പൊ അവന് ബീഫ് മേടിക്കാൻ പോയപ്പോ അവിടെ ഞാൻ ഈ വലിയ തല ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ കാണണം തലാന്ന് നമുക്കല്ല, നമുക്ക് അന്ന് ഇത് ആക്ച്വലി ബാക്കിയുള്ള ഇതിന്റെ കൂട്ടത്തിന്റെ വേസ്റ്റിൽ പോലെ കിടക്കണായിരുന്നു. ഈ ഒരു കൊമ്പ് മാത്രമേ നമുക്ക് വിസിബിൾ ആയിട്ടുണ്ടായിരുന്നു. അത് നല്ല ഷേപ്പുള്ളൊരു കൊമ്പായിരുന്നു അത്. അങ്ങനെ നമ്മളത് പുള്ളിക്ക് തലം പുള്ളിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നമ്മളത് ചോദിച്ചു വാങ്ങിച്ച് ഇത് ചെയ്ത്, അതായത് ഇത് കൊണ്ട് പുഴയെ കൊണ്ട് മുക്കിയിട്ട് കുറച്ച് നാള് കെട്ടിയിട്ട് മുക്കിയിട്ട് ഇങ്ങനെ കരകെട്ടി മുക്കിയിട്ട് അവിടെ നിന്ന് മീനെ കൊത്തി കഴിച്ചിട്ട് നേരെ കൊണ്ട് മണ്ണി കുഴിച്ചിട്ട് ഭയങ്കര പ്രോസസ്സാണ്. ഈ പറഞ്ഞ പോലെ പുഴുക്കളൊക്കെ വന്നാൽ അത് ഫുള്ള് ഫ്ലഷ് എല്ലാം എടുത്ത് കളഞ്ഞ് ലാസ്റ്റ് ഇത് 1-2 മാസം പ്രോസസ്സാണ്. ഇത് 1-1.5 മാസം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇത് പെയിന്റ് ഒക്കെ അടിച്ചിട്ട് നേരെ വീട്ടിൽ കൊണ്ട് വെച്ചപ്പോ നമ്മുടെ ഡാഡി ഫാദർ സമ്മതിച്ചില്ല. കാരണം ഡാഡിക്ക് ഇതൊക്കെ ഭയങ്കര അരിഷ്ടമാണ്. കാരണം ഇങ്ങനത്തെ സാധനം ഡാഡിക്ക് ഇഷ്ടമല്ല. അങ്ങനെ എന്നാലും കുറച്ച് ദിവസമൊക്കെ പിടിച്ചു വെച്ചു. പക്ഷെ അപ്പോഴും ലാസ്റ്റ് ഡാഡി പറഞ്ഞ് നടപടി ആവുമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അങ്ങനെയാണ് സുമിറേട്ടൻ വന്ന് സുമിച്ചനെ വിളിച്ചേ. കാരണം ഇങ്ങനെ ഉള്ളതുകൊണ്ട് സുമിച്ചേട്ടൻ ചോദിച്ചപ്പോ സുമിച്ചേട്ടൻ അത് വളരെ നമ്മ പണിയെടുത്തു. പക്ഷെ വെക്കാൻ പറ്റില്ല. പക്ഷെ വെക്കാനേ ഇവിടെ വിധിക്കപ്പെട്ട പക്ഷെ അത് ഇപ്പൊ കണ്ടപ്പോ ഒരു രസം ഇതാണ്. കറക്റ്റ് ഒരു ആംബിയൻസ്, കറക്റ്റ് സാധനത്തിനടുത്ത് ഇരിക്കണത്. അത് വേറൊരു വൈബ് സാധനം ഉണ്ട്. പക്ഷെ ഇപ്പഴാ എനിക്ക് അതിന്റെ ഇത് മനസ്സിലായി. കാരണം ഞാൻ ഇത്ര സൂപ്പറായിട്ടുണ്ടായി. ഞാൻ മാത്രമല്ല, എന്റെ ഗുണ്ടും കൂടി ചേർന്നിട്ടാണ് ഈ സാധനം ഇത്ര ലെവലാക്കിയത്. ഇടയ്ക്ക് ഇങ്ങനത്തെ ചില പ്രാന്തൊക്കെ നമുക്കുണ്ട്. അപ്പൊ നമുക്കിത് കുക്കായെന്ന് തോന്നണം, അറിയാൻ പാടില്ല. നമുക്ക് നോക്കാം. കുക്കായിട്ടുണ്ടെന്ന് തോന്നണ്ട. അപ്പൊ എവരിവൺ, നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്.
എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. ആ കുഴപ്പമില്ല. ഇതിപ്പം നമുക്ക് ആ ഗ്രില്ലിന്റെ എഫക്റ്റ് വരാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോയിൽ പേപ്പർ ഇട്ട് ഒന്ന് റാപ്പ് കുഴപ്പമില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കിക്കാൻ പറ്റാ. കുഞ്ഞിനെ അമ്മ തരാം. കുഴപ്പമില്ല. കുറച്ചും കൂടി ഇങ്ങനെ ഇതാവാനുണ്ട്. കുഴപ്പമില്ല. ഫസ്റ്റ് അറ്റംപ്റ്റ്. അതെ കുഴപ്പമില്ല. സോ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എല്ലാം വലിയ സൂപ്പറാന്ന് പറയാൻ പറ്റുന്നില്ല. അടിപൊളി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഗൈസ്. അടിപൊളി പറയാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല. നോർമൽ. ഫസ്റ്റ് നമ്മൾ ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. പിന്നെ ആവാലോ. അതെ, ഇത് പഠിച്ചില്ലേ, ഇനിയിപ്പോൾ ആ ടൈമിംഗ് അനുസരിച്ച് ചെയ്ത് പഠിച്ചാൽ മതി. കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ എല്ലാ ട്രിപ്പിലും നമുക്കിത് ആഡ് ചെയ്യാം. അതെ, കുഴപ്പമില്ല കേട്ടോ. നിനക്ക് എങ്ങനെയുണ്ട് വാർത്തു? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? എരിവുണ്ടോ? എരിവ് കുഞ്ഞ് കഴിക്കാത്തോണ്ട് കഴിച്ചു നോക്കിയേ. എങ്ങനെയുണ്ട്? അമ്മ ഉണ്ടാക്കിയ സാധനം എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അപ്പൊ സൂപ്പറാന്ന് പറഞ്ഞേ. ഓക്കെ, സോ ഇന്നത്തേക്ക് ഇത്ര ഉള്ളൂ. എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങളുടെ കമന്റ്സ് സോ സ്പ്രെഡ് ലവ് and travel more. Yes, okay, bye. ഇന്ന് ഇതെൻ്റെ ഗോഡ് ഫാദറിൻ്റെ വീടാണ്. ഞാൻ ഇപ്പം ഇവിടെ വീഡിയോ എടുക്കാനാണ് വന്നേക്കണം. പക്ഷേ എനിക്കൊരു ഇവിടെയൊക്കെ പുഴയുണ്ട്, കുറേ ചെടികളുണ്ട്. പിന്നെ അപ്പയും അമ്മ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഞാനൊരു ഒറ്റക്കൊന്നുമില്ലേ. അപ്പം അമ്മ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണ്. അപ്പ ഉപ്പ് പിടിക്കാൻ പോയി. നമുക്ക് അവിടെ നിന്ന് കാണാം, പുഴ ഇവിടെ നിന്നും കാണാം. അമ്മ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഞാൻ സുന്ദരിയായിട്ടുണ്ട്. എൻ്റെ കണ്ണോക്ക്, ഞാൻ സുന്ദരിയായിട്ടുണ്ട്.